വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റു കേട്ടോ. ഇച്ചിരി ലേറ്റ്, എത്ര 1 മണിയൊക്കെ ആയി കേട്ടോ. ഇക്ക പോയി അപ്പോഴത്തേനും പിന്നെ കിടന്നൊക്കെ വന്നപ്പോഴത്തേക്ക് 2 മണി 2:30 ആയി. അപ്പോൾ അന്നേരം ഇച്ചിരി ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. മക്കൾ രണ്ടും നല്ല ഉറക്കമാണേ. രണ്ടാളും നല്ല ഉറക്കമാണ്. പിന്നെന്താ, പോയപ്പോൾ രണ്ടാൾക്കും അത്രയ്ക്ക് എന്താ പറയുക സങ്കടമായിട്ടില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പതിയെ കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഇച്ചു ചു ചു ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകണം. പോണോ ഇല്ലയോ പറ. സ്കൂളിൽ പോകണോ ഇല്ലേ? എന്താ കാര്യം? എന്താ കാര്യം പറ. അപ്പോൾ ഇന്നലെ രണ്ടാളും ഇക്കായെ കൊണ്ടുപോയി തോട്ടപ്പള്ളി വരെ വിട്ടു കേട്ടോ. പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഇവിടുന്ന് അവിടം വരെ പോകുമ്പോൾ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ച് കയറ്റി കിടത്തി ഉറക്കി കേട്ടോ. ഇന്ന് നമ്മൾ രണ്ടാളെയും സ്കൂളിൽ വിടുന്നില്ല. രണ്ടാൾക്കും നല്ല വിഷമവും സങ്കടമൊക്കെ ഉള്ളത് കാരണം ഞാൻ പറഞ്ഞു പോകണ്ടെന്ന് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ തന്നെ നമ്മുടെ കിളികൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ്. രണ്ടുപേർക്കും വെള്ളം മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിന്ന് ഫുഡ് വെച്ച് കൊടുക്കാനായിട്ട് നോക്കിയപ്പം തിന ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടുപേരുടെയും കൂട്ടിൽ തിന ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ തൊലിയുണ്ടല്ലോ അതൊന്ന് പാറ്റി കളഞ്ഞിട്ട് അത് തന്നെ അങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ വെച്ച് കൊടുക്കുന്നില്ലേ. എന്നിട്ട് രണ്ടാടെയും കൂടൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗപ്പീസിനൊക്കെ ഫുഡ് കൊടുക്കണം, അവരെ ഒന്ന് നോക്കണം. അങ്ങനെ ഞാൻ രാവിലത്തെ കിളികളുടെയും മീനിൻ്റെയും ഒക്കെ പരിപാടി നോക്കുവാണ് കേട്ടോ. ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിതൊന്നും ചെയ്യേണ്ട. ഇക്ക തന്നെയാണ് കേട്ടോ രാവിലെ ഇറങ്ങി ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമുക്ക് അന്നേരം ഈ ഒരു പരിപാടിയൊന്നും ഇല്ലല്ലോ. നമ്മൾ അടുക്കളയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം ഇക്ക ഇല്ലാത്തതുകൊണ്ട് ഇനി തൊട്ട് നമ്മളാണ് ഈ ജോലികളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്ന് ഞാൻ നമ്മുടെ ഗപ്പീസിനെയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. അവർക്ക് ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. ഇന്നലെ ഇക്ക അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെല്ലാം സെറ്റാക്കി തന്നിട്ടായിരുന്നു കേട്ടോ പോയത്. ഇതൊരു ബോള് പോലത്തെ ഫുഡായിരുന്നു കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് ഒരു ടിന്നിലിട്ട് അടച്ച് വെക്കുവാണ് കേട്ടോ പതിവ്. ഇത് എടുത്ത് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ റിച്ചു നമ്മൾ എടുത്ത് തോനെ വീതം ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ മാറ്റി വെച്ച് കൊടുത്ത് അതൊക്കെ ഒന്ന് വേറെ മാറ്റി വെച്ചിട്ട് പിന്നെ രാവിലെ തന്നെ പോത്തിനുള്ള കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേറൊരു അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം ഞാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിന്ന് മീൻകറി ഒന്നും വെക്കുന്നില്ല കേട്ടോ. ഇന്നലെ വെച്ച മീൻകറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. മീൻ വറുത്തയൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട്. അത് കാരണം കൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല. ചോറ് മാത്രം വെച്ചാൽ മതി കേട്ടോ. പിന്നെ അത് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ റൂമിൽ വന്ന് നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടും കേട്ടോ. പിന്നെന്താ പറയുക, മക്കളുമാർ രണ്ടും ഞാൻ രണ്ടാൾക്കും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രണ്ടാളോട് ഇന്ന് TV കാണുന്നുണ്ട്. പിന്നെ ഞാൻ റൂമൊക്കെ ഒന്ന് തൂത്ത് വാരിയിട്ടു കേട്ടോ. അന്നും കുറേ ദിവസം കൊണ്ടൊന്ന് തുടയ്ക്കാനുള്ള ഒരിതുണ്ട് കേട്ടോ. പിന്നെ ഇക്കാടെ ഈ പോക്കും കാര്യങ്ങളും അങ്ങനെ മനസ്സിനൊരു സുഖമില്ല, വിഷമവും കാര്യങ്ങളും. അത് കാരണം കൊണ്ട് ഞാനങ്ങ് മടിച്ചിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് തൂത്ത കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തുടച്ച് മാറ്റാമെന്ന് കേട്ടോ. നമ്മൾ കുറേ ജോലിയിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാമെങ്കിൽ നമ്മുടെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടുമല്ലോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പെരയൊക്കെ തൂത്ത് വാരിയതിന് ശേഷം എല്ലായിടവും ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഞാനൊന്ന് തുടച്ച് മാറ്റിയിട്ട്
കയറിയിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഒന്നും കൂടെ ഒന്ന് തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഫാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങുമല്ലോ. പിന്നെ നമ്മുടെ റിച്ചുക്കുട്ടനാണെങ്കിൽ ഒരബദ്ധം ചെയ്തു കേട്ടോ, സ്പ്രേ എടുത്ത് കണ്ണിലടിച്ചു, ചുമന്നായിരുന്നു. പിന്നെ തണുത്ത വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ട്യൂഷനാക്കാൻ പോവാ കേട്ടോ ചെയ്യുന്നത്. ട്യൂഷൻ വീട്ടിൽ പോയിരിക്കുമ്പോൾ കുറച്ച് സങ്കടങ്ങളൊന്നും കുറഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ എന്തായാലും ഫുഡൊക്കെ വാരി കൊടുത്ത് ഒന്ന് ഒരുക്കിയതേ ഞാൻ ട്യൂഷനാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചു കേട്ടോ. നമ്മുടെ കട്ടൻ ചായ അവിടെ തിളച്ചപ്പോഴത്തേനും വാപ്പ പോയി ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പരിപ്പ് വടയും മുട്ട ബജ്ജിയൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ നമ്മുടെ റിച്ചുവിനെയൊക്കെ ട്യൂഷന് വിളിച്ചുകൊണ്ട് വന്ന് അവർക്കും കട്ടൻ ചായയൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പച്ചരി വെള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു നാളത്തേക്കുള്ളത്. അങ്ങനെ അതെല്ലാം ഒന്ന് അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കയിടയ്ക്ക് വിളിച്ചു കേട്ടോ. അവർ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വീഡിയോസ് ഇട്ട് വന്നു കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ അവർക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി അവർ ഫ്ലൈറ്റിലേക്ക് കയറാനായിട്ട് പോകാം കേട്ടോ. കൊച്ചിയിൽ നിന്ന് കുവൈറ്റിൽ 4 മണിക്കൂറത്തെ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുവൈറ്റിൽ നിന്നാണ് കേട്ടോ റിയാദിലേക്ക് പോകുന്നത്. അങ്ങനെ അവർ ഫ്ലൈറ്റിലോട്ട് കയറാൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അങ്ങനെ പോയി ഗൈസ്. ഒരുപാട് സങ്കടമുള്ളൊരു ദിവസമാണ് കേട്ടോ, മക്കൾക്കായാലും എനിക്കായാലും ഒക്കെ കേട്ടോ. അങ്ങനെ അവർ ഫ്ലൈറ്റിൽ കയറുന്നത്, ഫ്ലൈറ്റും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് എനിക്ക് വീഡിയോസ് ഇട്ട് തന്നതാട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാവുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു.